ഹനീഫൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പോകുന്നത്? 6 മാസത്തിലൊരിക്കൽ? ഒരു വർഷം കൂടുമ്പോൾ പോകും. നാട്ടിൽ ചെന്ന് എത്ര അവിടെ 6 മാസമൊക്കെ? ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. ഭാര്യ, 3 കുട്ടികൾ. ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ബ്രണ്ണൻ കോളേജ് പഠിക്കും. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വളരെ പ്രശസ്തമായ കോളേജ്. ഹനീഫൊക്കെ അവിടെയാണോ പഠിച്ചത്? നാട്ടിൽ തന്നെ പഠിച്ചത്. നാട്ടിൽ തന്നെ. അതെ, ശരി. രണ്ടാമത്തെ മോള് +2 റാണി പബ്ലിക് സ്കൂൾ വടകര. മൂന്നാമത്തെ മോന് 6ാം ക്ലാസ്. 2 മകളും 1 മകനുമാണ്. സന്തോഷമായിട്ട് അൽഹംദുലില്ലാ. വളരെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വിജയത്തിൻ്റെ പിന്നിൽ ദൈവം സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുക അത് വളരെ പ്രധാനമായ ഘടകമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. എത്രമാത്രമാണ് താങ്കൾക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എല്ലാം സമർപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം? കാരണം അത്രമാത്രമാണ്. കാര്യം നമ്മൾ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴും ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് കാരണം എന്ന് വെച്ചാൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഒരുപാട് അതിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി അതിൻ്റെ ഉള്ളറകൾ അറിയാൻ പറ്റും. തീർച്ചയായും. എത്രയോ ആൾക്കാർ ഇപ്പോഴും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? സാമ്പത്തികമായിട്ടും അവരെല്ലാം സഹായിക്കാൻ ഹനീഫൊക്കെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രം പരമാവധി ശ്രമിക്കാറുണ്ട്. ഈ നോമ്പ് കാലത്തൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര നല്ല രസമെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോമ്പ് സമയത്തൊക്കെ നോമ്പ് കുടിക്കുമ്പോൾ അത് അറബ് രാജ്യത്തിൽ തന്നെ ആയിരിക്കണമെന്ന് ഭയങ്കര നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ പവിത്രതയോടുകൂടിയുള്ള പരിശുദ്ധമായിട്ടാണ് റമദാൻ മാസത്തെ വരവേക്കുന്നത് അല്ലേ? രാവിലെ എഴുന്നേക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളിലെല്ലാം നോമ്പുറക്കൽ നല്ല ഇതായിരിക്കും. അവർ ടെന്റുകൾ ഉണ്ടാവും ഓരോ ഏരിയയിൽ. വളരെ ഒരു മാസം വ്രതശുദ്ധി നമ്മുടെ നാട്ടിനേക്കാളും വളരെ ഇതായിട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള എത്ര നോമ്പുകളാണ് കാക്ക്? മുഴുവൻ നോമ്പുകളും ഈ 17 വർഷത്തിൽ ഇവിടെ തന്നെ ആണല്ലേ? അപ്പൊ ഈ ഹജ്ജ് ഉംറ ഇങ്ങനെയുള്ള ഇവിടുന്ന് പോയി? പോയി. എത്ര വർഷം പോയി? ഒറ്റ പ്രാവശ്യം 2007 പോയി നോമ്പിന്. ഇനി ഹജ്ജിന് പോകാനായിട്ട് ഉള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലുമ്പോഴത്തേക്കും പഴയ സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട് എല്ലാവരുമായിട്ടും. ജീവിതത്തിൽ ഹനീഫൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? മാതാപിതാക്കൾ തന്നെ. അവര് പറഞ്ഞു തന്ന വഴികളാണ്, അവര് കൊണ്ടുവന്ന വഴികൾ, അതാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. കാരണം അവരെ മരിക്കുന്നത് വരെയും ഉമ്മ ഉണ്ട്. വാപ്പ മരണപ്പെടുന്നവരെയും വാപ്പ ഒരു കാര്യങ്ങൾ ഈ ജീവിക്കേണ്ട ഏത് ഉപദേശമാണ്. കാരണം ഹനീഫക്ക എന്ന വ്യക്തി ഇത്രത്തോളം ആയി രക്ഷപ്പെടാൻ കാരണക്കാരൻ തീർച്ചയായും മാതാപിതാക്കൾ തന്നെയാണ്. അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. കാരണം ഇന്ന് ഇതിലേറ്റവും വലിയൊരു കാര്യം ഞാൻ ഇതിനെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഇന്ന് നമ്മുടെ വൃദ്ധജനങ്ങളെ നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തിയാണ്. കാരണം നമ്മളില്ലാതെ നമ്മുടെ മാതാപിതാക്കളില്ല. അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് മാത്രമാണ്. തീർച്ചയായും. അപ്പോൾ എത്രമാത്രമാണ് ഹനീഫക്കയുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചത്? നമ്മളിപ്പോൾ 9 മക്കളും വേറെ വീടെടുത്ത് പോയി. ഇപ്പോൾ തറവാട് വീട് അടഞ്ഞു കിടക്കുക. അപ്പം ഞാനിപ്പോൾ 6 മാസം നാട്ടിലപ്പം മാതാവ് എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. തീർച്ചയായും. ഇപ്പോൾ ഒരു പെങ്ങളെ കൂടെ ഉള്ളത്. അവിടെ നിന്ന് മാറി വേറെ പെങ്ങളെ കൂടെ പോകും, അല്ല ജ്യേഷ്ഠൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ 6 മാസം നാട്ടിലപ്പോൾ 5.5 മാസവും എൻ്റെ കൂടെ തന്നെയാണ്. തീർച്ചയായും. കാരണം അവരുടെ സാമീപ്യമാണ് നമ്മളെ വിജയത്തിലേക്ക്. കാരണം അവരാണ് നമ്മളെ ഇത്രത്തോളം വളർത്തിയതും. അതില്ലാതെ നമുക്കൊന്നുമില്ല. ഇല്ല 100% സത്യമാണ്. കാരണം ഹനീഫക്കയുടെ വാക്കുകളിൽ കൂടി ഹനീഫക്കയുടെ കണ്ണുകൾ നിറയുന്ന ഞാൻ കാണും. കാരണം മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തുക്കളെക്കാൾ വലുതാണ്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളതാണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല മക്കളായ നമുക്കുള്ളത്. അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രേക്ഷകർ ഉൾക്കൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഉപ്പ നല്ലൊരു ബിസിനസ്സുകാരനാവാൻ ഹനീഫക്കാക്ക് ഉപ്പ തന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരുന്നു? നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ ഒരു അനുഗ്രഹം. അതും ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് അത് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെയും സത്യസന്ധമായും ചെയ്യണം. എങ്കിൽ ഒരു കാരണവശാലും പരാജയപ്പെടില്ലെന്നാണ് ഉപ്പ പറഞ്ഞത്. തീർച്ചയായും ആ വാക്കുകൾ വളരെയധികം പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹനീഫക്കയുടെ വിജയം. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
വളരെ മനസ്സിൽ ഒരുപാട് കൈപ്പേറിയതും നല്ലതും ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം എത്രയോ തരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ തരണം ചെയ്യാനുള്ള ഒരു ശക്തി എവിടെ നിന്നാണ്? അത് അല്ലാഹു തന്നല്ലേ? യാതൊരു മാറ്റമില്ല. അത്ര ഒരുപാട് അനുഭവങ്ങൾ കൈപ്പേറിയ എത്രയോ അനുഭവങ്ങൾ, അതൊക്കെ പടച്ചവൻ പ്രൊട്ടക്ട് ചെയ്തു, സംരക്ഷിച്ചു. തീർച്ചയായും. വളരെ ഇനി ഇക്കാടെ ബാക്കിയുള്ള സ്വപ്നം എന്താണ്? ഒരു ഇനിയിപ്പം മകളുണ്ട്, ഡിഗ്രി കഴിയുമ്പോൾ വിവാഹം കഴിച്ചേക്കണം. 2 മക്കളെയും നല്ല രീതിയിൽ വിവാഹം കഴിച്ചേൽപ്പിക്കണം. മകന് നല്ലൊരു ജോലി അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാനുള്ള മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അതിനുശേഷം അവര് കുട്ടികളെ വിവാഹം കഴിച്ചേക്കുക. ഇതാണ് മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം. ഓക്കെ, വളരെ ഇക്കാടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇക്കാക്ക് മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? ഇതന്നെ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അത് തന്നെ, സ്വയം നമുക്ക് ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവർക്കും വേണ്ടിയും ജീവിക്കുക എന്നുള്ള ജീവിതത്തോടൊപ്പം അവരെയും കൂടി, പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെയും കൂടി നമ്മൾ ഓർമ്മിക്കുക എപ്പോഴും. വളരെ നന്ദി. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങളോട് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചിലവാക്കിയതിന് വളരെ നന്ദി. അസ്സലാമു അലൈക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ, ഹനീഫയ്ക്കുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇവിടെ അവസാനിക്കുമ്പോൾ വളരെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. കാരണം നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ, നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന മറ്റുള്ളവർക്കും വേണ്ടി കുറച്ചു കാലം ജീവിക്കുക. ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല എന്ന ഒറ്റ വാക്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ സത്യസന്ധമായ രീതിയിൽ, ലളിതമായ രീതിയിൽ ജീവിക്കുന്ന ഹനീഫയ്ക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളായ അദ്ദേഹത്തിൻ്റെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, വിവാഹം കഴിച്ചയപ്പിക്കുക, അതോടൊപ്പം സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന ഒരുപാട് പേരെ സഹായിക്കുക എന്നുള്ള നല്ല മനസ്സ് അത് അദ്ദേഹത്തിനുണ്ട്. അത് പൂർണ്ണതയിലെത്താൻ സർവശക്തനായ അള്ളാഹു ആരോഗ്യവും ശരീരസുഖവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം: കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി, കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ 1 മണിക്കൂറിനകം ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.